ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. നല്ല പൂളയും, നമ്മളിവിടെ പൂള എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, കിഴങ്ങെന്ന് പറയും. പലയിടത്തും പല രീതിയിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. എനിവേ ഏതായാലും ഇതൊക്കെ ഉണക്കിയിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പുട്ടിനൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ മരച്ചീനി പുഴുങ്ങിയതും മീൻ പൊള്ളിച്ചതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു റെഡിയാക്കിയത്. പക്ഷേ നല്ല ഫ്രഷ് മീനും ചീനിയൊക്കെ കിട്ടിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നമ്മൾ മാറ്റി പിടിച്ചു. അങ്ങനെയാണ് ഈ തീരുമാനത്തിലോട്ട് വന്നത്. ഇന്ന് ഇക്ക കൊണ്ടുവന്ന മീനാണ് ഇട്ടത്. നമുക്ക് ഫ്രഷ് മീനാണ് കിട്ടുന്നത്. നേരിട്ട് കൊല്ലം ഹാർബറിൽ പോയിട്ട് അവിടുന്ന് വാങ്ങുന്നതാണ്. ഇത് നമ്മൾ പറയും നെത്തോലി ചെറിയ മീനല്ല എന്ന്. നെത്തോലിനെയാണത്, അതിൻ്റെ വലിയ ഐറ്റമാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് പൊരിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷ് മീനാണ്. എന്താ പറയുക, ചീത്ത പോലും ചെയ്തിട്ടില്ല. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. സ്മെല്ല് പോലും വന്നിട്ടില്ല. ഫ്രഷായിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നത് കൊണ്ട്, നമുക്ക് കിട്ടുന്നത് കൊണ്ട് നല്ല ഫ്രഷ് മീനാണ്. ഈ മീനിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ വീഡിയോ ചെയ്ത സമയത്ത് അറിയുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു മുള്ളാണ് ഈ മീനിന്. പക്ഷെ പൊരിച്ച് കഴിഞ്ഞ് നല്ല മുരുപുരാ പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുറ്റ, അതിൻ്റെ പേരാണ് കുറ്റ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 ഐറ്റം മീനുകളുണ്ട്. ഒന്ന് 4 ആദ്യം വലിയ 4 കാണുന്നത് പരവയും, ഇപ്പം ഞാൻ മാറ്റി വെച്ച 2 കാരലുമാണ് കേട്ടോ. കാരലൊക്കെ നല്ല അവിച്ച് കഴിഞ്ഞാൽ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കീറി നല്ല വെളിച്ചെണ്ണയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതാണ് കാരൽ എന്ന് പറയുന്നത്. മറ്റേത് പരവ പൊരിച്ച് കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കിട്ടുന്നില്ല. ഇത് നമ്മൾ ഉപ്പ് മാത്രം പുരട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റ് ഒരു സൈഡ് കീറി കൊടുത്തിട്ട് വേസ്റ്റ് മാത്രം കളഞ്ഞിട്ട് ചിറകോ ഒന്നും കളയാതെ, വാലൊന്നും കളയാതെ നമ്മൾ ഇച്ചിരി കുരുമുളകും ഉപ്പും മാത്രം സ്പ്രെഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പൊരിച്ചെടുക്കണം. വേറെ ഒന്നുമില്ല. അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ. അതിൻ്റെ കൂടെ ഒരു അയില ഉണ്ടായിരുന്നു. മറ്റേ മീനിൻ്റെ മുള്ള് കൊണ്ട് കീറിയതാണത്. ഇങ്ങനെ ഫ്രഷ് മീനാണെന്ന് നമുക്ക് കിട്ടിയത്. നിങ്ങൾ എൻ്റെ ഷോർട്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ എന്നാൽ കഴിയുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും പ്രതികരണങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്കത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. നിങ്ങളൊന്ന് വീഡിയോ കാണുന്നവർ ഒരു സപ്പോർട്ടായിട്ട് ഒരു കമൻസും ലൈക്കൊക്കെ തന്നുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് സപ്പോർട്ട് ഉണ്ടാവണം. മീനൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അങ്ങനെ ഈ മീനും, ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ, ആ മീനും മുള്ളിച്ചെടുത്ത് കപ്പയും പുഴുങ്ങി കട്ടൻ ചായ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. കട്ടൻ ചായ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സപ്പോർട്ട് ചെയ്യണേ.